റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ F-16 വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അധികമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉക്രൈൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ പേജിലും ഉക്രൈൻ സൈന്യത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും ഒരു പോസ്റ്റ് വരുന്നു. ഉക്രൈന്റെ അടുത്ത F-16 ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിമാനത്തെ കമ്മ്യൂണിക്കേഷൻ കട്ടായതിനു ശേഷം ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് ആ പോസ്റ്റിൽ കൊടുത്തിരുന്നു. എന്നാൽ ഇതിന് ശേഷം വന്ന ക്ലെയിം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട F-16 വിമാനം ഫ്രണ്ട്ലി ഫയർ വഴി വെടിവെച്ച് വീഴ്ത്തിയെന്ന ഒരു തിയറി ഉണ്ടെങ്കിലും റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്ക്സ് വഴി അതിനെ വെടിവെച്ച് വീഴ്ത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നതും ഈ F-16 ക്രാഷ് എന്തുകൊണ്ട് സംഭവിച്ചു. രണ്ട് സൈഡിലെയും ഒഫീഷ്യൽ സോഴ്സസ് വഴി വിവരങ്ങൾ പുറത്തു വിട്ടില്ല. രണ്ട് സൈഡും നൽകിയിട്ടുള്ള ക്ലെയിം എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. F-16 റഷ്യക്ക് നേരെ പ്രയോഗിക്കാൻ അമേരിക്ക ഉക്രൈൻ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധം, ഒരു സൂപ്പർ മൂവ് ആണെന്ന് പറയാം. ഇങ്ങനെ F-16 കുറിച്ച് പറയാൻ നമുക്ക് 1000 കാര്യങ്ങൾ ഉണ്ടാകും. ലോകത്തിൽ കൂടുതൽ വിൽക്കപ്പെട്ട ഒരു വിമാനം ഏതെന്ന് ചോദിച്ചാൽ F-16 ആയിരിക്കും. യുദ്ധങ്ങളിൽ കൂടുതൽ ഉപയോഗിച്ച വിമാനം ഇത് തന്നെ ആയിരിക്കും. അമേരിക്ക ഈ വിമാനം മറ്റു രാജ്യങ്ങൾക്ക് എത്രത്തോളം കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ചെറിയൊരു കണക്ക് പറയാം. 2 ത്രാസ് എടുക്കുക. അതിൽ ഒന്നിൽ ലോകത്തിലുള്ള മറ്റെല്ലാ വിമാനങ്ങളുടെയും വിൽപ്പന, അടുത്ത ത്രാസിൽ F-16 മാത്രം വിൽപ്പന എടുത്തു വയ്ക്കാൻ സാധിക്കും. അത്രത്തോളം വിൽപ്പനയാണ് F-16 നടന്നിട്ടുള്ളത്. ഇത്രത്തോളം നമ്മൾ ഈ വിമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഉക്രൈൻ നൽകിയിട്ടുള്ളത് ലേറ്റസ്റ്റ് വേരിയന്റ് അല്ല. തുടക്കത്തിൽ ആരംഭകാലത്തിൽ നിർമ്മിച്ച ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജസിൽ അപ്ഗ്രേഡ് ചെയ്ത വിമാനങ്ങളാണ് ഉക്രൈൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ F-16 എന്നത് വളരെ ക്യാപ്പബിളായ ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. എന്നാൽ ഉക്രൈന്റെ പക്കലുള്ളത് അഡ്വാൻസ്ഡ് വേരിയന്റ് അല്ല. ഉക്രൈന്റെ ഈ മീഡിയ ഹാൻഡിൽസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഈ എയർഫോഴ്സിന്റെ പോസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഉക്രൈനിൽ ഈ ഒരു സംഭവം നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബാറ്റിൽ നടക്കുന്ന ആ ഒരു സിനാരിയോ തന്നെ എടുത്ത് നോക്കാം. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടക്കുന്ന ബാറ്റിൽ നോക്കിയാൽ നോർത്ത് വെസ്റ്റേൺ ഉക്രൈൻ എന്ന് പറയുന്നത് കാർഖീവ് പ്രദേശവും അതിന് മുകളിലെ സുമി റീജിയനുമാണ്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ലോസ് ആയപ്പോൾ ആ എയർക്രാഫ്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് എന്ന്. പിന്നീട് പ്രോ ഉക്രൈനിയൻ ടെലിഗ്രാം ചാനൽസിൽ നിന്നും അല്ലെങ്കിൽ കീവ് ഇൻഡിപെൻഡന്റ് പോലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും പറഞ്ഞത് അവിടെ F-16 ക്രാഷ് ആയതായി എന്ന്, അവിടെ ഒരു F-16 ക്രാഷ് ആയി എന്നാണ്. അപ്പോൾ ഇവിടെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ F-16 കമ്മ്യൂണിക്കേഷൻ ലോസ് ആയത് കാരണം താഴെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം. ഇനി അതല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫയർ വഴി വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടാകാം. എങ്കിലും F-16 ക്രാഷ് ആയി എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഇനി റഷ്യൻ മാധ്യമങ്ങളുടെ ക്ലെയിം അല്ലെങ്കിൽ പ്രോ റഷ്യൻ ടെലഗ്രാം ചാനൽസ് നടത്തിയ ക്ലെയിം എന്താണെന്ന് അറിയാം. ഉക്രൈന്റെ നോർത്ത് വെസ്റ്റേൺ പ്രദേശത്ത് റഷ്യയുടെ ജെറാനിയൻ ഡ്രോൺസ് ശത്രുക്കളുടെ ടാർഗറ്റ്സിന് നേരെ എൻഗേജ്മെന്റ് മോഡിലായിരുന്നു. അതേസമയം റഷ്യയുടെ മിലിറ്ററി അവിടെ ഉക്രൈൻ പൊസിഷൻസിനെ നോക്കി ഒരു മിസൈൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഉക്രൈന്റെ ഒരു വിമാനം ശത്രുവിന്റെ ഒരു ബിഗ് ബേർഡ് നമ്മുടെ ഏരിയയ്ക്കുള്ളിൽ നുഴയാൻ ശ്രമിച്ചു. ആ സമയം റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റംസ് എഫക്റ്റീവായി പ്രവർത്തിക്കുകയും ആ ഒരു ബേർഡിനെ ന്യൂട്രലൈസ് ചെയ്തുവെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അതായത് അവിടെ ഈ ബേർഡ് എന്നത് F-16 പരോക്ഷമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ ബാറ്റിൽ ജെറാനിയൻ ഡ്രോൺസ് ഉപയോഗിച്ച് അതിന്റെ മാസ്കിൽ ഉക്രൈന് എതിരായിട്ടുള്ള ഒരു മിസൈൽ സ്ട്രൈക്ക് റഷ്യ നടത്തി. ഈ ഒരു കോമ്പാക്ട് സിനാരിയോയിലാണ് F-16 നഷ്ടമായത്. അപ്പോൾ F-16 തീർച്ചയായും വീഴ്ത്തപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ വീണു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ 2 വിഭാഗത്തിന്റെയും ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഉക്രൈൻ പറയുന്നത് ജെറാനിയൻ ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉക്രൈന്റെ F-16 കമ്മ്യൂണിക്കേഷൻ ലോസ് ആയി. ഇനി അടുത്ത വർഷം പറയുന്നത് ജെറാനിയൻ ഡ്രോൺസ് ഉപയോഗിച്ചു, അതേസമയം തന്നെ മിസൈൽ സ്ട്രൈക്ക് നടത്തി, അപ്പോൾ ഉക്രൈന്റെ F-16 വെടിവെച്ച് വീഴ്ത്തിയെന്ന്. സത്യത്തിൽ ഇതിനു മുൻപും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2024 സെപ്റ്റംബർ മാസത്തിൽ ഇതുപോലെ ജെറാനിയൻ ഡ്രോൺസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉക്രൈന്റെ ഒരു MiG-29 ക്രാഷായി. കാരണം ക്ലോസസ്റ്റ് റേഞ്ച് ബാറ്റിലായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ ഒരു ഡോഗ് ഫൈറ്റിനേക്കാളും വളരെ ക്ലോസസ്റ്റ് റേഞ്ച് ബാറ്റിലിൽ ഒരു ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഡ്രോണിനുണ്ടാകുന്ന നഷ്ടത്തെക്കാട്ടിലും ആ വിമാനത്തിനായിരിക്കും കൂടുതൽ നഷ്ടമുണ്ടാക്കുക. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരു 4-5 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങളുടെ പക്കലുള്ള ഗൺസ് ഉപയോഗിച്ച്, അതായത് വിമാനത്തിലെ മെഷീൻ ഗൺസ് ഉപയോഗിച്ച് ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അത് ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലെ ആ കോമ്പണൻസ് സ്പെയർ പാർട്സ് എല്ലാം നേരിട്ട് എഞ്ചിന്റെ എയർ ഇൻടേക്കിൽ വന്ന് വീഴും. അങ്ങനെ ഇൻടേക്കിൽ പോകുമ്പോൾ ആ എഞ്ചിൻ എക്സ്പ്ലോഡ് ആകും. എഞ്ചിൻ എക്സ്പ്ലോഡ് ആയാൽ എയർക്രാഫ്റ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയും താഴെ വീണ് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇത് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. ഒരു ചെറിയ ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്
ഒരു സ്റ്റേബിളായ ഫൈറ്റർ ജെറ്റിനെ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഇതേ രീതിയിൽ ഉക്രൈന്റെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഈ ഡ്രോൺസിനെ ഷോട്ട് ഡൗൺ ചെയ്യുമ്പോൾ അവരുടെ ആ പക്കലുള്ള വിമാനത്തിൽ ഈ ഡെബ്രിസ് അകത്തേക്ക് പോവുകയും ആ എയർക്രാഫ്റ്റ് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലെ ഒരു പോയിന്റ്, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ പൈലറ്റിന് റിയാക്ട് ചെയ്യാൻ അവിടെ സമയം കിട്ടിയിരിക്കണം. അതായത് ഡെബ്രിസ് ചെന്ന് എഞ്ചിനിൽ ചെന്ന് ക്രാഷായി എക്സ്പ്ലോഡ് ആകുമെന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ആ സമയം കട്ടാകും. കാരണം ഫൈനൽ സ്റ്റേജസ് ഓഫ് എഞ്ചിൻ ഷട്ട് ഡൗൺ, അവസാനം എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഉപയോഗിച്ച് എമർജൻസി മെസ്സേജ് അവർക്ക് അയക്കാൻ സാധിക്കും. എയർക്രാഫ്റ്റ് കൺട്രോൾ റൂമിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് കമ്മ്യൂണിക്കേഷൻ സെന്ററിലേക്ക് അവർക്കൊരു മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉക്രൈൻ നടത്തിയ ഈ ഒരു ക്ലെയിം നമുക്ക് റിജക്ട് ചെയ്യാൻ സാധിക്കും. ഡ്രോണിനെ ഡൗൺ ചെയ്യുമ്പോൾ ഡ്രോണിന്റെ ഡെബ്രിസ് ചെന്ന് വിമാനത്തിൽ വീഴുകയും വിമാനം തകരുകയും ചെയ്തിട്ടില്ല. ഇനി റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ ഒരു പോസിബിൾ സിനാരിയോ നമുക്ക് നോക്കാം. ഇപ്പൊ ഷോട്ട് ഡൗൺ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ സുമിയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ. ഇതിനും റഷ്യയുടെ ഫ്രണ്ട് ലൈനുമുള്ള ദൂരം എന്നത് ഏകദേശം 250 കിലോമീറ്ററിലും അധികമാണ്. അപ്പോ പോസിബിളായി S-400 ഉപയോഗിച്ചാൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു ഡൗണിങ് നടക്കാൻ സാധിക്കും. ഈ ഒരു എയർക്രാഫ്റ്റിനെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. പക്ഷേ ഫ്രണ്ട് ലൈനോട് ചേർന്ന് S-400ന്റെ മൂവ്മെന്റ്സ് അടുത്തിടെ കഴിഞ്ഞ 3 ആഴ്ചയായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ റഷ്യയുടെ ടെലഗ്രാം ചാനൽസ് ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു ക്ലെയിം അത്രത്തോളം കൺഫേം ചെയ്യുന്നത് പോലെയും തോന്നുന്നില്ല. കാരണം S-400ന്റെ റേഞ്ച് എന്നത് അത്ര വലുതാണെങ്കിൽ പോലും ഫ്രണ്ട് ലൈനോട് ചേർന്ന് എവിടെയും റഷ്യയുടെ S-400 മൂവ്മെന്റ്സ് സംഭവിച്ചിട്ടില്ല. ഇവിടെ പ്രധാനമായി ഉക്രൈന്റെ F-16 ഫ്രണ്ട്ലി ഫയർ വഴി ഡൗൺ ചെയ്യാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത്. എന്തെങ്ങനെയായാലും ഉക്രൈന് അടുത്ത F-16 നഷ്ടമായിട്ടുണ്ട്. F-16 ഇവർ എത്രത്തോളം നഷ്ടപ്പെടുത്തുന്നു അത്രത്തോളം നെഗോസിയേഷൻ ടേബിളിൽ അവർ പതിയെ പതിയെ പിന്നിലേക്കും പോകും. കാരണം റഷ്യയുടെ പൊസിഷൻസിന് നേരെ ഒരു ട്രംപ് കാർഡായി ഉപയോഗിക്കാൻ കഴിയുന്നത് F-16 മാത്രമാണ്. അപ്പോൾ ഈ F-16 ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഏരിയൽ പവർ അവിടെ കുറയും. ഏരിയൽ പവർ കുറയുമ്പോൾ റഷ്യക്ക് അവിടെ ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഉണ്ടാവുക. റഷ്യ കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാനുള്ള സാധ്യതയും കുറയും. 3 വർഷം കഴിഞ്ഞ 2022 ശേഷം ഇപ്പോഴാണ് ആദ്യമായി റഷ്യയും ഉക്രൈനും അവരുടെ ഒഫീഷ്യൽസ് 2 രാജ്യങ്ങളുടെ പ്രതിനിധികളും തമ്മിൽ നിന്ന് ചർച്ച നടത്താൻ പോകുന്നത്. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം 2022 ശേഷം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഉക്രൈനും റഷ്യയും അവരുടെ ഒഫീഷ്യൽസ് ആ 2 രാജ്യങ്ങളുടെ പ്രതിനിധികളും നേരിട്ടിരുന്ന് തുർക്കിയിലിരുന്ന് ചർച്ച നടത്തിയത്. ഏകദേശം ഒരു 2 മണിക്കൂർ തികച്ചില്ലായിരുന്നു. ഈ 2 വശത്തുമുള്ള 1000ഓളം പ്രിസണർവാസിനെ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് മാത്രമേ അതിൽ സംഭവിച്ചുള്ളൂ. അത് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ 2 വശത്തുമുള്ള 1000ഓളം വരുന്ന പ്രിസണർ ഓഫ് വാഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് മാത്രമേ ഈ ഒരു ചർച്ചയിൽ പറയത്തക്ക രീതിയിൽ നടന്നിട്ടുള്ളൂ. എന്നാൽ ഇങ്ങനെ ഒരു ചർച്ച നടന്ന ചില മണിക്കൂറുകളിൽ തന്നെ വെസ്റ്റേൺ ഉക്രൈനിൽ ഒരു ബസ്സിന് നേരെയും ആക്രമണം നടത്തി. റഷ്യ പറയുന്നത് ഒരു മിലിറ്ററി കോൺവോയ് ഞങ്ങൾ ആക്രമിച്ചുവെന്ന്. പക്ഷേ ഉക്രൈൻ പറയുന്നത് ഇല്ല, ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ബസ്സിന് നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത്. 9 പേർ അതിൽ മരിച്ചു എന്നും ഒരു വാർത്ത പറഞ്ഞു. ഇതിൽ റഷ്യയുടെ ഡ്രോൺ സ്ട്രൈക്ക് അല്ല ഉപയോഗിച്ചത്, റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതിപ്പോ ഉക്രൈൻ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് വെസ്റ്റേൺ പാർട്ട്നേഴ്സ് എല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കണം. റഷ്യ ഞങ്ങൾക്കെതിരെ സിവിലിയൻ ടാർഗറ്റ്സിനെ ആക്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റഷ്യക്കെതിരെയുള്ള എക്കണോമിക് സാങ്ഷൻസ് വർദ്ധിപ്പിക്കണം എന്നാണ് സെലൻസ്കി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ റഷ്യക്കെതിരെ ഉക്രൈൻ ഇവിടെ അവരുടെ കരുനീക്കം വളരെ വ്യക്തമായി തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ട്രംപ് റഷ്യയുമായി ഒരു ചർച്ച നടത്തിയാൽ ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഒരു എഗ്രിമെന്റ് തന്നെ ഉണ്ടാക്കും. എന്നിട്ട് റഷ്യക്ക് അധികം കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാനും സാധിക്കും. പക്ഷേ ഇത് ഉക്രൈൻ ഒരു വലിയ പരാജയമായി മാറും. സൈക്കോളജിക്കൽ വൈസ് ആയാലും അവരുടെ എക്കണോമിക് വൈസ് ആയാലും ഉക്രൈൻ ഒരു വലിയ പരാജയത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും. അതിനു മുൻപ് യൂറോപ്യൻ പാർട്ട്നേഴ്സിനെ കൊണ്ട് എത്രത്തോളം ഈ സാങ്ഷൻസിനെ നോക്കി തള്ളാൻ കഴിയുമോ, എത്രത്തോളം സാങ്ഷൻസിലൂടെ റഷ്യയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ, അതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ വഴികളും ഉക്രൈൻ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ റഷ്യ ഈ ഒരു സ്ട്രൈക്ക് സിവിലിയൻസ് ടാർഗറ്റിനെ നോക്കിയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ സിവിലിയൻസിനെ അവർ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതെല്ലാം വാർ ക്രൈമിൽ തന്നെ ആയിരിക്കും വരിക. എന്നാൽ ഉക്രൈൻ അവിടെ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാരണം എല്ലാം അടുത്ത് വരുന്ന സമയത്ത് വീണ്ടും യൂറോപ്യൻ പാർട്ട്നേഴ്സിന്റെ വാക്ക് കേട്ട് അവിടെ സിവിലിയൻസിനെ ഒരു ഷീൽഡായി ഉപയോഗിക്കുന്ന അറ്റംപ്റ്റിൽ അവരുടെ ടാർഗറ്റ്സിനെ അവർ തന്നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഉക്രൈനെ തെറ്റുപറയുന്നതല്ല. ഇത് പറയാൻ കാരണം ഉക്രൈൻ ഇതിനു മുൻപും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.